ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കറി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ നോമ്പിനൊക്കെ 10 പത്തിരി ഒരുമിച്ച് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ കറി റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കുക്കർ ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായതുകൊണ്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉലുവയൊക്കെ ഇതാ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഒരു സവോള, അതുപോലെ തന്നെ ഒരു കൈപ്പിടി അളവ് കരിവേപ്പില ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു വലിയ തക്കാളി, നല്ല പഴുത്ത തക്കാളി തന്നെ ഞാൻ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് നമുക്കിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് പച്ചമണം പോകുന്നവർ വரைക്കും നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾ പൗഡർ, 1/2 ടീസ്പൂൺ മല്ലി പൗഡർ, ഇതും കൂടി ചേർത്ത് നമുക്ക് മസാലയുടെയൊക്കെ പച്ചമണം പോകുന്നത് വரைക്കും നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ സാദാ ചില്ലി പൗഡറും കൂടെ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 1 കിലോ ബീഫാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്ക് ബീഫ് മസാലയൊക്കെ പിടിക്കത്തക്ക രീതിക്ക് നമുക്കിതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു 10 മിനിറ്റ് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇതുപോലെ ഒന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിയട്ടെ. ഈ സമയം നമുക്ക് ഇതിന് വേണ്ട അരപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗളിൽ തേങ്ങ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഫൈനായിട്ട് നമുക്കിതുപോലെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് ഇതാ നന്നായിട്ട് നമ്മുടെ ബീഫിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ബീഫ്. ഞാൻ കുക്കർ മൂടി വെച്ചിട്ടില്ല. മൂടി വെക്കുന്നതിൻ്റെ മുമ്പ് ഒരു 10 മിനിറ്റ് ഇതുപോലെ നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ വേവിക്കാൻ വെക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടെ നമ്മുടെ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്താണ് ഞാൻ ആവശ്യമുള്ള വെള്ളം, കറിക്ക് ആവശ്യമായ വെള്ളം ഞാൻ ഈ സമയത്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെപ്പോഴും മസാല ഒക്കെ നന്നായിട്ട് ബീഫിലേക്ക് പിടിക്കുന്നത് വரைക്കും വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഒരു 10 മിനിറ്റ് സമയമെങ്കിലും നിങ്ങൾ ബീഫ് ഒന്ന് മസാല കിടന്ന് വേവിക്കാൻ വേണ്ടി വിട്ടു കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 5 വിസിൽ ഞാൻ വിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് കറി ഇവിടെ നന്നായിട്ട് സെറ്റായി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കൈപ്പിടി അളവ് മല്ലിയിലയും കൂടെ ഞാൻ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വാഴയില എടുത്ത് കറിയുടെ മുകളിലേക്കായിട്ട് ഇതുപോലൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്ര നല്ല ടേസ്റ്റാണ്. നമ്മൾ കറി റെഡി ആയതിനു ശേഷം നമ്മൾ വാഴയില ഇതുപോലൊന്ന് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് കുക്കറിന് മൂടിയിട്ട് ഒരു 10 മിനിറ്റ് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ബീഫ് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ അത്ര നല്ലൊരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. നോമ്പ് സമയത്തൊക്കെ പത്തിരിയുടെ കൂടെ കഴിക്കാൻ അത്ര നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു വെറൈറ്റി റെസിപ്പി. അപ്പോൾ വാഴയില കൊണ്ട് ഇതുപോലൊന്ന് ചെയ്യുന്നത് മൂലം കറിയുടെ ടേസ്റ്റ് തന്നെ ഒത്തിരി മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ബീഫ് കറി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ നോമ്പ് സമയത്ത് എല്ലാവരും ഇതുപോലെ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്ര നല്ല ടേസ്റ്റായിരുന്നു ബീഫ് കറി കേട്ടോ. അപ്പോൾ 10 പത്തിരിയൊക്കെ ഒരുമിച്ച് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു നമ്മുടെ ഈ കറിക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.